ഡാനിലേക്ക് തിരികെ വരാം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA നമുക്കിപ്പം ചേരുന്നുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് വളരെ പ്രാധാന്യത്തോടെയാണ് കാണുന്നത് എന്നൊരു തോന്നൽ ഈ ശബരിനാഥിന്റെ സ്ഥാനാർത്ഥിത്വമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ തിരുവനന്തപുരത്ത് തുടക്കമിട്ട ഒരു മുന്നൊരുക്കം അല്ലെങ്കിൽ നേരത്തെ ഒരുങ്ങുക എന്ന ഇത്തവണത്തെ പദ്ധതി അത് മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലും ഉണ്ടാകുമോ? ആ തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും അത് നല്ല എല്ലാ സ്പീഡിലും നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. പിന്നെ ഇതിന്റെ എല്ലാം ഒരു ഡിസ്കഷനിലൂടെയാണ് തീരുമാനങ്ങൾ എത്തേണ്ടത്. അതുകൊണ്ട് അതിൻ്റെതായ സ്വാഭാവികമായ സമയമല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാകില്ല. പക്ഷേ ഈ പ്രാവശ്യം ഏറ്റവും ആദ്യം കാൻഡിഡേറ്റ് ലിസ്റ്റ് അനൗൺസ് ചെയ്ത ഞങ്ങളാണ്. ഞങ്ങൾ മറ്റ് കോർപ്പറേഷനിലൂടെ ആ നിലയിൽ തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി ഡിസ്കഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDF-ഉം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, നിലവിലുള്ള തദ്ദേശ ചിത്രം പരിശോധിക്കുമ്പോൾ നഗരസഭകളിൽ ഒരു അല്പം ഭേദപ്പെട്ട നില UDF-നുണ്ട്. നിലവിലുള്ള ചിത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ജില്ലാ പഞ്ചായത്തുകളിലോ കോർപ്പറേഷനിലേക്കോ പോയാൽ അതല്ല. അപ്പോൾ ഇതിനൊരു സ്ട്രാറ്റജി, ഒരു ടാർഗറ്റ് നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇത്ര ജില്ലാ പഞ്ചായത്ത് ഇത്തവണ ആവണം, അങ്ങനെ ഒരു ടാർഗറ്റ് ഉണ്ടോ? അല്ല, ജില്ലാ പഞ്ചായത്ത് മാത്രം. കേരള ജനസമൂഹത്തിന്റെ ചിന്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിന്റെ ഓരോ ഭാഗത്തുള്ള കാര്യങ്ങളെ കുറിച്ച് എന്നോട് ചോദിക്കുന്നത്. കേരള ജനസമൂഹം ഈ ഗവൺമെന്റുമായിട്ട് ഒരിക്കലും യോജിക്കില്ല. 10 കൊല്ലം ചെയ്യാത്ത എന്ത് മഹാത്ഭുത ഇനി അവർ ചെയ്യാൻ പോകുന്നത്. 15 കൊല്ലത്തേക്ക് കൂടെ നീട്ടണം എന്ന് പറയുന്ന ആളുകൾ ഈ 10 വർഷം ചെയ്ത മഹാത്ഭുതത്തൊക്കെ വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. എന്ത് കാര്യമാണ് ഈ കേരളത്തിൽ നടത്തിയിട്ടുള്ളത്? പട്ടിണിക്ക് കുറവുണ്ടോ? എവിടെയെങ്കിലും ബാനർ കിട്ടുകയും പട്ടിണിയില്ലാത്ത കേരളം എന്ന് മുദ്രാവാക്യം വിളിക്കുകയും കാര്യത്തിന് തീരുമാനമാകുമോ? ഇതൊക്കെ ആളുകളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന അധര വ്യായാമത്തിന്റെ ഭാഗം മാത്രമാണ്. അതൊന്നും സക്സസ്ഫുൾ ആവുക. കേരളത്തിലെ നല്ല ഓർമ്മശക്തിയുണ്ട്. ഈ പൊതുവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളൊക്കെ അത്ര പ്രാധാന്യത്തോടെ കണ്ടിരുന്നോ എന്നൊരു സംശയം പൊതുവിൽ വിമർശന ബുദ്ധിയാ ഉയർന്നു വന്നിട്ടുള്ളൂ. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല, ഞങ്ങൾ സീരിയസ് ആണ് എന്ന് തോന്നൽ നിങ്ങൾ തുടക്കത്തിൽ ഉളവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ AICCയുടെ ഒരു നിരീക്ഷക സംഘമൊക്കെ കേരളത്തിൽ ഉണ്ടാകുമെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ നേതാക്കൾക്കിടയിലേക്കെല്ലാം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമുക്ക് ഫോണിൽ ലഭ്യമാവുന്നില്ല. ഡാൻ, നമ്മൾ ചോദിച്ചു വന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് ചോദിക്കാൻ ശ്രമിച്ചതും അതാണ്, അവരുടെ ഒരു ടാർഗറ്റിനെ കുറിച്ചാണ്. പക്ഷേ അവർ അതിലേക്ക് വരുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ് ഡാൻ, ഈ തിരുവനന്തപുരത്ത്, കോഴിക്കോട് ഒക്കെ അവരുടെ ഒരു പ്രത്യേക തയ്യാറെടുപ്പുകളുണ്ട്. കൊച്ചിയിലെ വിമതശല്യം ഒഴിവാക്കുക, അങ്ങനെയുള്ള വലിയൊരു ടാർഗറ്റ് ഉണ്ട്. ഇത് മറ്റു തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള എന്ത് പരിശ്രമമാണ്, എന്ത് നീക്കമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ടാവുന്നത്? കാരണം തിരുവനന്തപുരത്തെ ഒരു തുടക്കമെടുക്കുക, തിരുവനന്തപുരത്തെ വിജയസാധ്യതയ്ക്കപ്പുറം ഞങ്ങൾ ഇതിനെ സീരിയസ് ആയിട്ടാണ് കാണുന്നതെന്ന് തോന്നൽ ഉളവാക്കാനെങ്കിലും കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മറ്റിടങ്ങളിലേക്ക് ഇതിനെ എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? ഇതിന് ടാർഗറ്റ് സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ടീം റെഡിയാണോ കോൺഗ്രസിന്? അതായത് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വളരെ പ്രായോഗികമായ ഇടപെടലുകളാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരസഭയിലടക്കം മുരളീധരന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഔദ്യോഗികമായി അവർ അത്തരത്തിൽ പരസ്യമായ പ്രതികരണങ്ങളൊന്നും മുതിർന്ന നേതാക്കൾ നടത്തുന്നില്ലെങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്നത് ശക്തമായ പ്രതിപക്ഷത്തേക്കെങ്കിലും തിരിച്ചു വരാൻ കഴിയണം തിരുവനന്തപുരത്ത്. അങ്ങനെയാണെങ്കിലും അതൊരു വലിയ വിജയം തന്നെയാണ് എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. UDF ക്യാമ്പ് അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. കാരണം വെറും 10 സീറ്റ് മാത്രമായി ഒരു ബെഞ്ചിലേക്ക് ഒതുങ്ങിപ്പോയ തിരുവനന്തപുരം നഗരസഭയിൽ കോൺഗ്രസിനെ തിരികെ ഒരു 30-നും 40-നും ഇടയിലുള്ള സീറ്റിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ തന്നെ അത് വലിയൊരു നേട്ടമായി തന്നെ വ്യാഖ്യാനിക്കപ്പെടും. അവിടെ ഭരിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ഒരു ശക്തമായ പ്രതിപക്ഷമായാൽ അതിന്റെ അലയൊലികൾ 3-4 നിയമസഭാ മണ്ഡലങ്ങളിലെങ്കിലും അതിന്റെ കൃത്യമായ സ്വാധീനമുണ്ടാകും എന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ യുവമുഖങ്ങളുടെയും അതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കളുടെയും ഒക്കെ ഒരു ബ്ലെൻഡ് സജ്ജമാക്കിക്കൊണ്ട് ഈ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയത്. മാത്രമല്ല, ഈ തിരുവനന്തപുരം നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വലിയ പോരാട്ടം നടക്കുന്ന സ്ഥലങ്ങളിലടക്കം മുതിർന്ന നേതാക്കളെ, അതായത് ശക്തമായ മത്സരം നടക്കുന്ന വാർഡുകളിലടക്കം മുതിർന്ന നേതാക്കളെ രംഗത്തിറക്കണമെന്ന് നേതൃത്വത്തിന് വലിയ താല്പര്യമായിരുന്നു. പക്ഷേ അതിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച ഒരു സന്ദേഹം നിലനിൽക്കുന്നതുകൊണ്ടാണ് ചിലരെങ്കിലും അതിന് ആ ഒരു വില്ലിംഗ്നെസ് അറിയിക്കാതെ മാറിപ്പോകുന്ന സാഹചര്യമുണ്ടായത്. പക്ഷേ അവിടെ ശബരിനാഥൻ ഒരർത്ഥത്തിൽ എടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കരിയറിലെ ഏറ്റവും വലിയൊരു വെല്ലുവിളി നിറഞ്ഞ തീരുമാനമാണ്. കാരണം അക്ഷരാർത്ഥത്തിൽ അങ്ങനെ ഒരു മത്സരം കവടിയാറിൽ ഉണ്ടാകും. BJPയുടെ ഭാഗത്തു നിന്നും
ശക്തമായ ഒരു മത്സരം അവിടെ ഉണ്ടാകും. വി രാജേഷ് ഉൾപ്പെടെയുള്ള പേരുകൾ അവിടേക്ക് പറഞ്ഞു കേൾക്കുമ്പോൾ കവടിയാറിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയാൽ അത് രാഷ്ട്രീയമായൊരു മേൽക്കൈ ഇവിടെ ഉണ്ടാക്കുമെന്നൊരു വിലയിരുത്തൽ BJPക്കും LDFനും ഒക്കെയുണ്ട്. അതുകൊണ്ട് അത്തരത്തിലാണ് അവരെല്ലാവരും ഈ സ്ഥാനാർത്ഥി നിർണ്ണയം അടക്കം നടത്താൻ പോകുന്നത്. വ്യാഴാഴ്ചയോടെ BJPയുടെ ചിത്രം വ്യക്തമാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ സ്ഥാനാർത്ഥി നിർണ്ണയത്തിന്റെ കാര്യത്തിൽ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ഡൂ ഓർ ഡൈ ബാറ്റിലാണിത്. അവിടെ ഏത് തരത്തിലെങ്കിലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു കടുത്ത മത്സരം കാഴ്ചവെക്കാൻ, ഒരു കടുത്ത പോരാട്ടം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നേതൃത്വം ഒരുപാട് പഴി കേൾക്കേണ്ടി വരും. അങ്ങനെ പഴി കേൾക്കുന്ന നേതൃത്വത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി പാർട്ടിയെ സംഘടനാ തലത്തിൽ സംസ്ഥാന വ്യാപകമായി സജ്ജമാക്കുക എന്ന് പറയുന്നത് ശ്രമകരമായ ദൌത്യമായി മാറും. അതുകൊണ്ടാണ് മുൻകാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയങ്ങളിൽ കൃത്യമായി ഇടപെടൽ നടത്തുന്നു. തർക്കങ്ങൾ പരിഹരിക്കാനും സ്ഥാനാർത്ഥി നിർണ്ണയം നടത്താനുമൊക്കെ അവരുടെ അടക്കം കൃത്യമായി ഇടപെടലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം വിഘടിച്ച് നിൽക്കുന്ന സീറ്റ് മോഹിച്ചിട്ട് കിട്ടാതിരുന്ന മുതിർന്ന നേതാക്കളെ ഫോണിൽ വിളിക്കുകയും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നീക്കം ഈ കുന്നുകുഴി ഉൾപ്പെടെയുള്ള വാർഡുകളിൽ തിരുവനന്തപുരത്ത് അങ്ങനെ ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അവിടെ കോൺഗ്രസിന്റെ തന്നെ മറ്റൊരാൾ വിമതനായി വരാനുള്ള സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് ആ വിമത ശല്യം ഒഴിവാക്കാനുള്ള അനുനയ നീക്കങ്ങളൊക്കെ ഇപ്പോൾ സജീവമായി തന്നെ ചർച്ചകളിൽ നിറഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പമാണ് കോവളത്ത് കഴിഞ്ഞ ദിവസം ഈ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉരുത്തിരിക്കും. ഏതാണ്ട് 50ഓളം പേർ പാർട്ടി വിടാൻ പോവുകയാണ് എന്ന തരത്തിലൊരു കത്ത് KPC നേതൃത്വത്തിന് കൈമാറുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെയുണ്ട്. അപ്പൊ അവിടെയെല്ലാം കൃത്യമായി ഇടപെടൽ നടത്തുന്നുണ്ട്. അത് എത്ര കണ്ട് ഫലപ്രദമായി ഈ പ്രശ്നങ്ങൾ ഒറ്റക്കെട്ടായി മാധ്യമപ്രവർത്തകൻ സണ്ണിക്കുട്ടി എബ്രഹാം നമുക്കൊപ്പം ചേരുന്നു. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, കോൺഗ്രസ് നേരത്തെ ഒരുങ്ങുന്നു, ഞങ്ങൾ ഇതിനെ വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത് എന്നൊരു തോന്നൽ തിരുവനന്തപുരത്തെ അവരുടെ ഒരു വേഗതയുള്ള ചടുലമായ ചില മൂവ്മെന്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ കേരളത്തിന്റെ പൊതുചിത്രത്തിലേക്ക് വരുമ്പോൾ കോൺഗ്രസിന് അത് സാധ്യമാകുമോ? കാരണം ഈ സീറ്റ് വീതമൊപ്പം അടക്കമുള്ള പ്രാദേശിക പ്രശ്നങ്ങൾ നിരവധിയുണ്ട്. അപ്പോൾ ആ ഒരു ട്രെൻഡ് കോൺഗ്രസ് സെറ്റ് ചെയ്തിട്ടുണ്ടോ പൊതുവിൽ, ഇത് തിരുവനന്തപുരത്തിന് പുറമെ? അത് തിരുവനന്തപുരത്തെ മാത്രം ഒരു കാര്യമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ കൊല്ലത്ത് ഇന്നലെ കൊല്ലത്തിന്റെ ചുമതല VS ശിവകുമാറിനാണ്. അവിടെ പിന്നെ RSPയും ലീഗുമായിട്ടുള്ള സീറ്റ് വിഭജനം പൂർത്തിയാക്കി. ഏതാണ്ട് സ്ഥാനാർത്ഥികളെയും പരമാവധി അവർ ഇന്നലെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ തിരുവനന്തപുരത്ത് മുരളി നേരത്തെ തന്നെ അതിന്റെ ചില പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ അവരുടെ സ്ഥാനാർത്ഥികളെല്ലാം രംഗത്ത് വന്നു. ഇവിടെ സത്യം പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഒരു DCC പ്രസിഡന്റ് പോലും ഇല്ലാത്തൊരവസ്ഥയാണ്. നമ്മുടെ ശക്തൻ അത് രാജി കൊടുത്തിരിക്കുകയാണ്, എങ്കിലും അദ്ദേഹം തുടരുന്നു. എന്നിട്ട് പോലും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റ് ജില്ലകളിൽ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ഇത് പ്രാദേശിക വാർത്തയായതുകൊണ്ട് നമ്മളെല്ലാം ഇവിടെ കിട്ടുന്ന പത്രങ്ങളിൽ ലഭിക്കണമെന്നില്ല, ചാനലുകളിൽ കിട്ടുന്നില്ല. അതുകൊണ്ട് എനിക്ക് പൂർണ്ണമായ ഒരു ചിത്രമില്ല. പക്ഷേ ഇത്തവണ വളരെ കൃത്യമായിട്ട് ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ഒരു വളരെ ഗൗരവമായ ഒരു സമീപനമാണ് പുലർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. അന്ന് ഈ തിരുവനന്തപുരത്തു നിന്നും ഒരു നല്ല ഒരു സംഘടിതമായ ഒരു ആസൂത്രിതമായ ഒരു പ്രവർത്തനം പോലും നടന്നിരുന്നില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അങ്ങനെ ഒരു ശ്രമം ഇത്തവണ നടത്തുന്നുണ്ട്. അതിന്റെ ഫലങ്ങളാണ് ഇപ്പൊ നമുക്ക് ഈ തിരുവനന്തപുരം കൊല്ലം നമ്മുടെ മുമ്പിലുണ്ട്. മറ്റ് ജില്ലകളിലെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെയും അങ്ങനെ ആവാനാണ് സാധ്യത. ഓരോരുത്തർക്ക് ഓരോ ജില്ല കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിന്റെ കൃത്യമായ ഒരു നിരീക്ഷണം ഇപ്പം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തനങ്ങളിൽ നടക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ, ഇപ്പോ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയും പിന്നെ ദീപദാസ് മുൻഷി തിരുവനന്തപുരത്ത് ഒരു വീടെടുത്ത് താമസിച്ച്, അല്ലെങ്കിൽ ഫ്ളാറ്റാണെന്ന് തോന്നുന്നു, വീടെടുത്ത് താമസിച്ച് ഇവിടെ പ്രവർത്തനം നടത്തുകയാണ്. ഇവിടെ ചെറിയ ചെറിയ പരിപാടികളിൽ പോലും സംസ്ഥാനം ഉടനീളമുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്നു. ഇത് ഒരിക്കലും ഇല്ലാത്തതാണ്. ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളപ്പോൾ ഈ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി വരും. അത് മാത്രമല്ല, അവർക്ക് അങ്ങനെ വലിയ റോളും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അങ്ങനെയല്ല. ജനറൽ സെക്രട്ടറിക്ക് റോളുണ്ട്. അവർ കൃത്യമായിട്ട് അത് കേന്ദ്രത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ AICCയുടെ ഒരു കൃത്യമായ ഈ തദ്ദേശ